ഇന്ന് നോർമൽ സൺഡേ അല്ല കേട്ടോ. ഇന്ന് എൻ്റെ അനിയൻ സുന്ദപ്പൻ്റെ പെണ്ണ് കാണൽ ദിവസം കേട്ടോ. അവൻ്റെ 7 കൊല്ലത്തെ പ്രണയ സാക്ഷാത്കാരാട്ടോ ഒന്ന് നടക്കാൻ പോണത്. അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ്. എത്ര വർഷമാടാ? ഇടോക്കിട്ട് പറയും എത്ര വർഷത്തെ? അപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ ഇന്ന് സുന്ദുവിൻ്റെ പെണ്ണ് കാണാൻ പോവാണ് കേട്ടോ. അതിനാണ് നമ്മുടെ വണ്ടീനെ കുളിച്ച് കുട്ടപ്പനാക്കണം. വണ്ടി മാത്രമല്ല, ഞങ്ങൾ വീട്ടിലെല്ലാവരും കുളിച്ച് കുട്ടപ്പന്മാരായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് കേട്ടാൽ തോന്നുന്നു ഞങ്ങൾ ആരും കുളിക്കാറില്ല. ഞങ്ങൾ കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു പൊലിവിന് വേണ്ടി പറഞ്ഞതാണേ. നമ്മുടെ ഇച്ചോട്ട് നേരത്തെ നീക്കി കിട്ടും. പിന്നെ കുറച്ച് കളിയും ചിരിയും കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങുക. അപ്പോൾ അതാ ഇച്ചോട്ട് നീച്ച് വന്നിട്ട് പിന്നെ അമ്മയുടെ കൂടെ ചോറും കറിയൊക്കെ വയ്ക്കാൻ കൂടാണേ. ചോറും കറിയൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. നായ്ക്കുട്ടികൾക്കുള്ള ചോറ് മാത്രമേ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾ വേറെ എന്തായാലും ഉച്ച കഴിയൂല. അപ്പോൾ അവരെന്നെ പട്ടിണിക്ക് ഉണ്ടാച്ചിട്ട് ഞങ്ങൾ എപ്പോഴും നേരത്തെ മുമ്പ് നായ്ക്കുട്ടികൾക്കുള്ള ചോറ് വെച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഉണ്ണീനെ കുളിപ്പിക്കാൻ വെള്ളം വെച്ചിട്ട് ഉണ്ണീനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഏട്ടൻ അത് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നേരമില്ലാത്ത കാരണം ഏട്ടനെ കൊണ്ട് തോരടിപ്പിച്ചു കേട്ടോ. എങ്ങടെ പോണ് ഇച്ച എങ്ങടെ പോണ്? ചുരിദാർ ഇട്ടാൽ മതി എന്ന് ആദ്യം വിചാരിച്ചതാണ്. പിന്നെ എടുത്തിയമ്മ അല്ലേ ഒരു ഗമ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിയ കശയിൽ സാരിയൊക്കെ ചുറ്റാണ് കേട്ടോ ഞാൻ പോണത്. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു പോക്കാണ് കേട്ടോ ഈ പോണത്. പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് നടത്തിയതാണ്. ഞങ്ങളൊക്കെ എക്സൈറ്റഡും ആണ്. സുന്ദു ആണെങ്കിലോ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. എത്ര വർഷത്തെ പ്രണയടാ? 7 വർഷം. അങ്ങനെ ചെക്കൻ്റെ ഗൈസ് അനിയൻ്റെ 7 വർഷത്തെ പ്രണയത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് പെണ്ണ് കാണാൻ പോകട്ടോ. ഒരു വീട്ടുകാരൊക്കെ സമ്മതിച്ചിട്ട് നമ്മളെവിടെ പോണ്? സൂര്യ എന്നാണ് കുട്ടിയുടെ പേര്. സൂര്യക്ക് കൊടുക്കാനുള്ള മിഠായി ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാറ് കയറി പോകാൻ നിൽക്കുന്നത്. സുന്ദു ഓർമ്മിച്ചില്ലെങ്കിൽ ഞങ്ങളത് മറന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് പോയിണ്ടാവുമായിരുന്നു കേട്ടോ. മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴ ഞങ്ങളെ ചതിച്ചില്ല. എന്തായാലും പോകണം നേരത്തെ ഞങ്ങൾ ആകെ ധൃതി പിടിച്ചിട്ട് പോവായിരുന്നു. പിന്നെ പട്ടാമ്പി പുഴയിൽ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സൂര്യക്ക് കൊടുക്കാനുള്ള ബൊക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഓർഡർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിലോ കംപ്ലീറ്റ് ആയപ്പോൾ രാവിലെ ആരോട്ട് വന്ന് വാങ്ങിച്ചു അത്രേ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോഴേക്കും പുതിയൊരു ബൊക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പട്ടാമ്പിൽ നിന്ന് ഞങ്ങൾക്ക് മാമനെയും കൂടി പിക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ മാമന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ലോട്ടറി കട കണ്ടിട്ട് അച്ഛൻ ലോട്ടറി വാങ്ങാൻ പോവുകയാണേ. അച്ഛനാണെങ്കിലോ എപ്പോഴും ലോട്ടറി വേണം കേട്ടോ. എവിടെ ഏത് കടയിൽ കണ്ടാലും അച്ഛൻ ലോട്ടറി എടുത്തിട്ടേ പോകുള്ളൂ. അങ്ങനെ ഞങ്ങൾ സൂര്യയുടെ വീട്ടിലെത്തിയിട്ടോ. ഭയങ്കര ടെൻഷനിലും കാര്യങ്ങളൊക്കെ ആയിട്ടോ സുന്ദു കയറി ചെല്ലുന്നത്. അവൻ്റെ ഫേസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നതും ഫാമിലിയൊക്കെ ഫുള്ള് ഞങ്ങളെ കാത്തിട്ട് ഇങ്ങനെ മാർത്ത് നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും കണ്ടപ്പോൾ പെട്ടെന്നൊരു നെർവസ് ആയിട്ടോ. പിന്നെ അവർ ചായയും സ്നാക്സും ഉച്ചയ്ക്കുള്ള ചോറ് അങ്ങനത്തെ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. സൂര്യയുടെ അമ്മ തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള ചോറ്, സാമ്പാർ, ഒരു സദ്യ വിഭവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാലത്ത് 6 മണിക്ക് 3 മണിക്കൊക്കെ നീച്ചിട്ട് സെറ്റ് ചെയ്തതെന്നാണ് കേട്ടോ സൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ സമയം പോയേ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിക്ക് വേറൊരു ഫാമിലിയും കൂടെ ആഡായി വരികയാണ്. പുതിയ റിലേഷൻഷിപ്പ്, പുതിയ ബന്ധുക്കൾ, എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തു കൂടെ ഒക്കെ അങ്ങനെ നടന്നു കേട്ടോ. ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അടുത്തത് കണ്ണപ്പനാട്ടോ. കണ്ണപ്പൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയിട്ട് കൊണ്ടുവരാണ്. സുന്ദപ്പന്റെ കൂടെ തന്നെ കണ്ണപ്പനെ നടത്താനാണ് ഞങ്ങൾക്ക് പ്ലാൻ. അതാകുമ്പോൾ ചെലവ് കുറച്ചിട്ട് അല്ലേ. പിന്നെ ഇച്ചുട്ടിനെ കഴിഞ്ഞിട്ടുള്ളൂ സ്വത്ത്. ഓക്കെ. പിന്നെ ശരത്ത് ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരത്തിന്റെ അനിയ അല്ലെങ്കിൽ ചോറിൽ വിഷം കൊടുക്കുന്ന പറഞ്ഞു. ശരത്തിന്റെ അനിയെ നോക്കി വെച്ചിട്ടുണ്ട്. ആരോണ്ട് നല്ല ചെക്കനാണ്. ജോലിക്ക് കൊണ്ട് എന്നും ജോലിക്ക് പോവും. അതൊന്നും കുഴപ്പമില്ല. ദുശീലങ്ങളൊന്നും ഇല്ല. മദ്യപാനം എന്ന് പറഞ്ഞത് അടുത്തു കൂടെ പോയിട്ടില്ല. നല്ല പയ്യനാ. പിന്നെ ഇത് ഞങ്ങള് പിന്നെ പെണ്ണ് നോക്കുന്നത് ഇച്ചുവിനാണ്. ഇച്ചു ഒരു 7 മാസം ആയിട്ടില്ല. പിച്ചുവിന് പറ്റിയ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടോ, ഇച്ചിരി പറ്റിയ പെണ്ണുങ്ങൾ ആരെങ്കിലും പറയണം. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ബാക്കിയുള്ള സിംഗിൾ പസങ്കനെയും കൂടി പെണ്ണ് കെട്ടിക്കാനുള്ള ഒരു പരിപാടിയിലാണ്.
ഏട്ടൻ എങ്ങനെയാണ് കേട്ടോ. കാരണം ഇവിടെ എന്ത് പാട്ട് കേട്ടാലും ഇപ്പോൾ പൂർത്തനായ കൊട്ട് കേട്ടാൽ ഇങ്ങനെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വന്ന് കയറി തന്നെ ഒന്ന് സൗണ്ട് വർക്ക് കേട്ടോ, ഒന്ന് സൗണ്ട് വർക്ക് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരാളുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് ബോറടിക്കാറില്ല കേട്ടോ. വീട്ടിൽ ഇങ്ങനെ ടൈം പൊക്കോണ്ടേ ഇരിക്കുക. വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്ക് ഏട്ടന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ അടിച്ചോരി തടക്കേണ്ട തിരക്കിലായിരുന്നു. അമ്മയാണെങ്കിൽ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഏലക്കായ ഇഞ്ചിയൊക്കെ കുത്തി ചതച്ചുണ്ടാക്കുന്നത്. വീട്ടിൽ ഏട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റും ആയിരിക്കും. ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചോ. ചായ വേണോ? ചായ വേണോ? ചായ വേണോ? ചായ ഒന്നും ഉണ്ടാക്കേണ്ടത് അച്ഛനോട്. ചായ ഉണ്ടാക്കാം. ചായ അച്ഛൻ പിന്നെ രാവിലെ ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ സൂര്യയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ. അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് 2 നമ്പറിന് വെച്ചാൽ പോയി എന്ന് പറഞ്ഞിട്ട് സങ്കടം വന്ന് പറയാണ് കേട്ടോ. നമുക്ക് ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഏട്ടനൊക്കെ ചായ അടിപൊളിയായിട്ട് വെക്കും കേട്ടോ. അങ്ങനെ ഏട്ടൻ അങ്ങനെ അടുക്കള കയറാറില്ല. എന്നാൽ കയറുമ്പോൾ അടിപൊളിയായിട്ട് ചായ വയ്ക്കുക. ഒത്തിരി പേര് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒരു ലോട്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടൻ. മുത്തുമോളാണ് ഞങ്ങൾക്ക് ഏട്ടന് ഈ വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയ ആൾ ഏട്ടനായവരുണ്ട്, സെർവ് ചെയ്യുന്ന ആളും ഏട്ടൻ തന്നെ ഉണ്ടോ. ഏട്ടൻ തന്നെ എല്ലാവർക്കും ചായ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, എന്താ പേര്, വയസ്സ് എത്രയൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കളിയാക്കണേ. ഇച്ചുട്ടൻ പിന്നെ പാപ്പൻ്റെ മടിയിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ നിധി. സൂപ്പറായിണ്ട് ചായ. സൂപ്പറായിട്ടുണ്ട് അമ്മയോ. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പാപ്പന്മാരുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചിട്ടോ. ഉണ്ണി അതിന് ശേഷം പാപ്പന്മാരുടെ വീട്ടിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ സിന്ധുവിൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങൾ പറയാനും പിന്നെ നമുക്ക് ഉണ്ണിനെ കാണിക്കാനൊക്കെ ആയിട്ട് പാപ്പന്മാരുടെ വീട്ടിലേക്ക് പോവുകയാണേ. ഈ അച്ഛമ്മയുടെ മക്കളാണ് കേട്ടോ പാപ്പന്മാരെന്ന് പറയുന്നത്. ഇവിടെ അടുത്ത് തന്നെ വീട്. അപ്പോൾ എല്ലാവരും പാപ്പന്മാരുടെ വീട്ടിലേക്ക് പോവുകയാണേ. നിധിര വീട്ടിൽ കേട്ടോ പോണത്. നിധിര ഇതാണ് നിധി. ആരാന്ന ക്വസ്റ്റ്യൻ അറിഞ്ഞതാ കമന്റില്? നിധി ആരാന്ന് നിധി ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിലൊക്കെ. ഇതാണ് നിധി. നിധി ഞങ്ങളുടെ ചെറിയച്ഛൻ്റെ മകനാണ്. പറയടാ എൻ്റെ പേര് പറയും. ഞങ്ങൾ ആദ്യം തന്നെ രാധമാമൻ്റെയും വലിയപ്പാപ്പൻ്റെയും വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അവിടെ പാപ്പൻ ആടിനെ മേയ്ക്കാൻ പോയിക്കായിരുന്നേ. ഇവിടെ കുറേ ആടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മേമ മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ മേമോട് ഉണ്ണി മേമയുടെ അടുത്തേക്ക് പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അവന് ഉറക്കമത്തായ കാരണം കൊണ്ട് പിന്നെ പെട്ടെന്ന് എടുത്തപ്പോൾ അവൻ പിന്നെ ഷോക്കായി തോന്നുന്നുണ്ട്. പാപ്പനെ പിന്നെ വലിയ കാര്യമാണ്. സുന്ദരോ എന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് കൈ ഇങ്ങനെ കാണിച്ചാൽ മതി. പാപ്പൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചാടും കേട്ടോ. പിന്നെ അടുത്ത് ഞങ്ങൾ നിദ്ര വീട്ടിലേക്കാണ് പോകുന്നുണ്ട്. ഇതാണ് നിദ്ര വീട്. അപ്പോൾ അവിടെ നിദ്ര അമ്മ ഉണ്ടായിരുന്നില്ല, മേമ ഉണ്ടായിരുന്നില്ല. ഈ പാപ്പനെ കണ്ട നമ്മുടെ ഉണ്ണിക്ക് അറിയൂ കേട്ടോ. താടിയും ഒക്കെ കാരണം കൊണ്ടാണെന്ന് ഞങ്ങൾ പറയുക കേട്ടോ. ഈ പാപ്പൻ എപ്പോൾ ഉണ്ണിനെ എടുക്കാൻ വന്നാലും ഇവൻ ആരെങ്കിലും ഇങ്ങനെ തല്ലിയ പോലെ നമ്മുടെ ചുട്ടം കറിയൂ കേട്ടോ. അങ്ങനെ കറിയും. പാപ്പൻ എന്തോ പെട്ടെന്ന് പറ്റില്ല നമ്മുടെ കുട്ടിക്ക്. അപ്പോൾ ഞങ്ങൾ മുകളിലൊക്കെ പോയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കണ്ടു. പിന്നെ അടുത്ത പാപ്പൻ്റെയും മേമ്മയുടെയും വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ അവിടെ പോയപ്പോഴും അടന്നെയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, അവിടെ പോയാൽ അടക്കളിയാണ്. പിന്നെ ഇന്ന് ഭയങ്കര ഒരു ബിസി ഡേ ആയിരുന്നു. സിന്ധുവിൻ്റെ ലവൊക്കെ സക്സസ് ആയി, വീട്ടുകാരൊക്കെ സമ്മതിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.